ഞാൻ 8ാം ക്ലാസ്സിൽ തോറ്റ ആളാണ്. ഒരു 20 അധ്യാപികമാരായിട്ട് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളും ചെന്ന് കാണണം തോന്നിയിട്ടില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഓ മേരി ഗോ ആൻഡ് കോൾ ദി കാറ്റിൽ ഹോം ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം അക്രോസ് ദ സെൻസ് ഓഫ് ഡി. ദി വെസ്റ്റേൺ വിൻഡ് വാസ് വൈൽഡ് ആൻഡ് ആംഗൂത്ത് ഹോം ആൻഡ് ആൾ അലോൺ വെൻ ഷീ. Oh, is it to weed or fish or floating hair, a dress of golden hair, and on to maiden's hair, above the nets at sea, വാസന സാൾമ at the shores of air among the stakes of D. ഇതുപോലെ പലതും പറയാനുണ്ട്. അതൊന്നും പറഞ്ഞാൽ തീരില്ല. തകഴി ബഷീർ, ഉറൂബ്, പൊറ്റക്കാട്ട്, മലയാറ്റൂർ രാമകൃഷ്ണൻ, ഇയ്യങ്കൂര്, ലളിതാംബികാന്തർജനം, മാധവിക്കുട്ടി, പുരത്തിൽ കുഞ്ഞബ്ദുള്ള, ഒ വി വിജയൻ, എം കെ മേനോ, എൻ വി കൃഷ്ണവാര്യർ, പിന്നെയും എല്ലാവരും വായിച്ചിട്ടുണ്ട്, പലരെയും വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എനിക്കിങ്ങനെ 1-2 വാചകങ്ങൾ പറയാൻ പറ്റും. ചിലവരെ 4 വാചകങ്ങൾ ഓർമ്മയുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് വയസ്സ് 88 കുറച്ചൊക്കെ മറന്നു. എം ടിയുടെ മറവ് എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ഉരുവിടും. എനിക്ക് എന്നോട് തന്നെ ഒരു സന്തോഷത്തിന് വേണ്ടി. അതാണ് അങ്ങനെ കിട്ടണത്. മറ്റവരൊക്കെ ഞാൻ മറന്നുപോയി. വയസ്സിൽ മെമ്പറാണ്. അന്ന് 4 ഒരു പുസ്തകത്തിന് വേണ്ടി പനങ്ങാട്ടുകര വായനശാലയിൽ പോയി ചേർന്നൊരു മെമ്പർഷിപ്പ് എടുത്തു. വേറൊരു പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മണലച്ചിറ വായനശാലയിൽ പോയിട്ട് ഒറ്റ പുസ്തകം, തീയുണ്ടകൾക്കും തിരമാലകൾക്കും ഇടയിൽ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അവിടെ എന്ന് പറഞ്ഞിട്ട്, അത് ആരെ വിനയൻ്റെയോ. എന്നിട്ട് അതിനു വേണ്ടി അവിടെ പോയി ഞാൻ ആ പുസ്തകം വായിക്കുകയുണ്ടായി. അരിമ്പാറ ദേവസി എന്ന് പറഞ്ഞൊരു വേളു കൃഷ്ണൻകുട്ടിയുടെ പുസ്തകം പനങ്ങാട്ടുകര വായനശാലയിലുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി അത് വായിക്കുകയുണ്ടായി. ഒരു മെമ്പർഷിപ്പ് എടുത്തു. അന്ന് 4-8 വേണ്ടു മെമ്പർഷിപ്പിനെ. ഈ 4 വിലയുണ്ട് കേട്ടോ. അന്ന് 4 ചായ കിട്ടും. ഇന്ന് 4 40 രൂപ വേണം 4 ചായക്ക്. അപ്പോൾ ആ കാശിൻ്റെ മൂല്യങ്ങൾക്ക് വ്യത്യാസമുണ്ടല്ലോ. അന്ന് ഒരു പുരുഷൻ പണിക്ക് വന്നാൽ 2 രൂപ 2.5 കൂലി. ഇന്നിപ്പോൾ 1000 രൂപയല്ലേ. അതായത് ഇപ്പോൾ 88 വയസ്സായാലും എനിക്ക്. അപ്പോൾ ഒരു 60-65 കൊല്ലം മുമ്പ്, ഒരു 60 കൊല്ലത്തിന് മുമ്പാണല്ലോ ഈ സംഭവം. അപ്പോഴാണ് ഞാൻ അയാളെ കാണുന്നത്. മുറിയുടെ മൂലയിൽ കയ്യിലൊരു സഞ്ചിയും തൂക്കി നിൽക്കുന്ന നാടൻ മനുഷ്യൻ. അയാൾ ആളൊഴിഞ്ഞതുകൊണ്ട് പതുക്കെ അടുത്തേക്ക് വന്നു. ആരാണിത്? ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ ബാലകൃഷ്ണൻ. നിമിഷങ്ങളുടെ അനിശ്ചിതത്വം. എനിക്ക് ഓർമ്മ വന്നു. വടക്കാഞ്ചേരിക്കാരൻ ബാലകൃഷ്ണൻ എഴുത്തച്ഛൻ. പൊന്നാനി താലൂക്ക് കൂടല്ലൂർ വില്ലേജ് മാടത്ത് തെക്കേപ്പട്ട അമ്മാളും അമ്മയ്ക്ക് 4 പുത്രന്മാർ. അതിൽ 4ാമത്തെ ആളാണ് വാസു. എൻ്റെ കാണപ്പെട്ട ദൈവം. എന്തോ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം. എൻ്റെ ദൈവം തന്നെയായിരുന്നു അദ്ദേഹം, കാണപ്പെട്ട ദൈവം. ഞാൻ അങ്ങനെ കത്തെഴുതിയിട്ടുണ്ട്. കാണപ്പെട്ട ദൈവത്തിന് ആരാധകൻ ബാലകൃഷ്ണൻ എഴുതുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടക്കം. ഇപ്പോൾ ഞാൻ കരയില്ല. ആ സന്ദർഭം സന്തോഷം കൊണ്ടാണ് ഇപ്പോൾ ഈ മുഖഭാവകനെയാവുന്നത് കേട്ടോ. കരയല്ല. ഇത്രയും എനിക്ക് സന്തോഷം പറഞ്ഞാൽ തീരില്ല. എൻ്റെ ദൈവം തന്നെയായിരുന്നു അദ്ദേഹം. എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു 100 വാചകത്തോളം എനിക്ക് കാണാപ്പാടറിയാം. പാതിരാവിൻ്റെ നിശബ്ദതയിൽ ആരോരും അറിയാതെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാതിരാവും പകൽ വിളിച്ചാണ് ഞാൻ ആദ്യം വായിച്ച പുസ്തകമായി. അതിലാണ് എൻ്റെ അച്ഛൻ വാങ്ങിത്തന്ന ഉദ്യോഗവും വെച്ച് നാണം കെട്ട എന്ന് പറഞ്ഞിട്ട് ഭാര്യ ഭർത്താവിനെ ചീത്ത പറയുന്നവർ എങ്ങോട്ടുണ്ട്. ഓരോ പുസ്തകം പറയുകയാണെങ്കിൽ 4 കെട്ട് നടപ്പര നടുമുറ്റം, കാളത്തൊഴുത്ത കയ്യാല, അതിൻ്റെ അധിപനായി പുലി പോലെ ഒരു അച്ചന്മാർ. അങ്ങനെ പച്ചപ്പയ്യുകൾ ചാടുന്ന വയൽവരമ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കതിർക്കുലകൾ, വീട്ടുവക്കുടിലുകളിൽ നിന്നു രാത്രി കേൾക്കുന്ന തുടിക്കൊട്ട്, കാളത്തേക്കിൻ്റെ ഉരുളൊച്ച, കശുവണ്ടി എണ്ണയുടെ മണമുള്ള കടവു തോണി, ആ മഞ്ഞിലേ എം ടി സാറിൻ്റെ ആ ചെറിയ പുസ്തകമല്ലേ മഞ്ഞ്. അതിൽ ഇനിയും ഒരു 10-12 വാചകം കാണാൻ പാടാൻ കിട്ടും എനിക്ക്.
അത് എന്നെ കണ്ടിട്ടാണോ ഇദ്ദേഹം എഴുതിയെന്നാ എൻ്റെ തോന്നൽ. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഓരോ അതുപോലെ പലതും പറയാണ്ട്. എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട് ഞാൻ. മുത്തശ്ശിമാരുടെ കഥകൾ എഴുതിയത്, അദ്ദേഹത്തിൻ്റെ എല്ലാ ചരിത്രങ്ങളും. ഏറ്റവും സന്തോഷപ്പെട്ടത് നല്ലതെന്ന് പറയാം, അത്ഭുതകരമായൊരു നിമിഷം. അതാണ് പറയുന്നത്. അതിനാളും ഭാരതപ്പുഴയ്ക്കും ഇടയ്ക്ക് അരണ്ട ഭൂപ്രദേശത്തും കാറ്റും വെളിച്ചവും കടക്കാത്ത ഇരുണ്ട മുറിക്കകത്തുമായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് നെടുവേർപ്പെട്ട ഗോവിന്ദൻകുട്ടിയാണ് ഞാൻ. അസുരത്തിലേ ആ ആളാണ് ഇദ്ദേഹം എന്നെ ഇങ്ങനെ സ്നേഹിച്ച് ഒരു അനിയനെ പോലെ പെരുമാറിയത്. ഞാൻ തന്നെ എനിക്ക് എന്തോ ഈ ജന്മത്തിൽ ഏറ്റവും സന്തോഷകരമായി ഇപ്പോഴും ഏറ്റവും സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് അദ്ദേഹത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ. നിനക്ക് എൻ്റെ അനിയനായ പറ്റില്ലേ, അനിയനായി ജനിച്ചാൽ പറ്റില്ലേത് എൻ്റെ കഴുത്തിൽ കൈ വെച്ചിട്ട് പറഞ്ഞതാണ്. रूप रूप की रेखा छानी रसिया